ഇത്താത്തമാര് ഒക്കെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ മറച്ചു വെച്ചത്. പലവരെയും ഫേസ് ചെയ്യാൻ മടിയാവും. എൻ്റെ ഫാമിലി സ്റ്റക്കായി പോകുന്ന എനിക്കറിയാം. ഉമ്മാക്ക് ഇപ്പോഴും എൻ്റെ പെണ്ണുങ്ങളെ പുറത്ത് വീഡിയോസ് ചെയ്യുന്ന ആൺകുട്ടികളെ പുറത്ത് വീഡിയോസ് ചെയ്തുകൂടെ എന്നൊക്കെ പറയുമായിരുന്നു. അംഗീകരണം ഇപ്പോഴും ഇല്ല. ലൈക്ക് ഇപ്പോഴും ഒരു 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു തോന്നലാണ്. ഉമ്മാക്ക് ഇപ്പോഴും ഞാനൊരു എൻ്റെ മോനാണ് എന്ന് പറയുന്നതാണ് ഇപ്പോഴും ഉമ്മാക്ക് ഇഷ്ടം. അല്ലെങ്കിൽ ഉമ്മാൻ്റെ മോളെന്നൊക്കെ കൂടുതൽ ഉപരി എന്നെ ഇപ്പോഴും ഒരു മകനായിട്ട് തന്നെയാണ് ഉമ്മ കാണുന്നത്. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ വീട്ടുകാരെങ്ങനെയായിരുന്നു? അതോ വീട്ടുകാർ കാണാതെ റൂമിൽ ചെന്ന് ഒളിച്ചിരുന്നൊക്കെ ആയിരുന്നു? വീട്ടുകാർ കാണാണ്ട് തന്നെയാണ് എല്ലാ പരിപാടിയും ചെയ്യാറ്. പിന്നെ അന്നും മുതലേ മേക്കപ്പിനോടും അതേപോലെ പെൺകുട്ടികളുടെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അതൊക്കെ തന്നെയായിരുന്നു ഇഷ്ടം. അപ്പോൾ വീട്ടിലെ ഉമ്മ കാണാണ്ടൊക്കെ പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യും. ഇത്താത്തന്മാരുടെ ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് യൂസ് ചെയ്യും, കൺമഷി എഴുതും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് ഉമ്മയും വാപ്പയും എപ്പോഴും കണ്ടപ്പോൾ കണ്ട സമയത്ത് ലൈക്ക് വഴക്കല്ല, ലൈക്ക് നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താ നീ അങ്ങനെ ചെയ്യുന്നത് ഒക്കെ അങ്ങനെ ചോദിക്കും. പിന്നെ ചെറിയ പ്രായമല്ലേ, അപ്പൊ പിന്നെ അവരങ്ങനെ വലിയ സീരിയസ് ആക്കി എടുക്കില്ലല്ലോ. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ലാണ്ട് വലിയ അടി അല്ലെങ്കിൽ വഴക്ക് എന്ന് പറയാനൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ആണല്ലേ? അപ്പം ഈ ഒരു ലൈഫിലേക്ക് വന്നതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഈ ലൈഫിലേക്ക് വന്നതിന്റെ പിന്നിൽ എന്ന് പറയുന്നത് എനിക്ക് ഒന്ന് കമ്മൗട്ടായി വരണം എന്ന് തോന്നിയതുകൊണ്ട് വന്നതാണ്. അതായത് ഞാൻ കുറേയൊക്കെ എനിക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ ഞാൻ എവിടെയോ ജീവിച്ച് പോയ ഒരാളായി പോകില്ലേ. അതെ, എന്നോട് ഞാൻ ചെയ്യുന്ന ഒരു വലിയ വഞ്ചനായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കമ്മൗട്ട് ചെയ്തിട്ട് വന്നത്. അപ്പം ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റിൽ. പിന്നെ ലൈഫിൽ എല്ലാവർക്കും കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. പിന്നെ എനിക്കും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. സ്റ്റിൽ ഇപ്പോഴും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. എൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് നമ്മളെ ഉള്ളിലും മാത്രം ഒതുങ്ങി. അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ ആഷിനോട് പറയും, അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏതെങ്കിലും നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടെങ്കിൽ അവരോട് പറയും. അല്ലാണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നത് എനിക്ക് ഭയങ്കര ഒരു പ്രയാസമുള്ള കാര്യമാണ്. ആണല്ലേ? ജാസിത്തയുടെ ഈ ഒരു മാറ്റം വീട്ടിലറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? അപ്പം സിബ്ലിങ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ മാറി? എൻ്റെ ഇത്താത്തമാര് ഒക്കെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ മറച്ചു വെച്ചത്. അപ്പോൾ അവരൊക്കെ ഇപ്പം ഇൻഷാല്ലാ എല്ലാം ഒരു നല്ല രീതിയിൽ സെറ്റിലും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തത്. അതൊരു എത്രാമത്തെ വയസ്സിലായിരുന്നു? വളരെ റീസെൻ്റ്ലിയാണ് ഞാൻ അതിൻ്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തത്. അതിനു മുമ്പൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു ലൈക്ക് പക്ക അങ്ങനെ ഒരു ഐഡന്റിറ്റിയിലായിട്ട് ഇപ്പോൾ വളരെ റീസെൻ്റ്ലി ആയിട്ടുള്ളൂ. അതിന് മുമ്പൊക്കെ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു പറയുമായിരുന്നു, എന്തിനും ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്, എന്തിനും പെണ്ണുങ്ങളെ പുറത്ത് വീഡിയോസ് ചെയ്യുന്ന ആൺകുട്ടികളെ പുറത്ത് വീഡിയോസ് ചെയ്തുകൂടെ എന്നൊക്കെ പറയുമായിരുന്നു ആൾക്കാർ. പക്ഷെ ഇപ്പോഴാണ് വളരെ റീസെൻ്റ്ലി ആയിട്ടാണ് ഞാൻ കമൗട്ട് ചെയ്ത് വന്നത്. ഇപ്പോഴും ഇത്താടെയൊക്കെ വീട്ടുകാരായിട്ട് ബന്ധമുണ്ടോ? അതോ സിബ്ലിങ്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുമോ? അവരുടെ വീട്ടിലൊക്കെ പോവോ? അതൊക്കെ ഉണ്ട്. ഇത്താത്തമാരുടെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും പോകാൻ ഹസ്ബൻഡിനൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ? അവരുടെ വീട്ടുകാർക്കൊന്നും ഇല്ല, അങ്ങനെ വലിയ പ്രശ്നം ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും സ്റ്റിൽ അവരുടെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോവാറുണ്ട്. വീട്ടിൽ കുട്ടികളൊക്കെ കാണാൻ ഇഷ്ടമാണ് എനിക്ക്. അവരെ കുട്ടികളെ കാണാനൊക്കെ പോവും. വീട്ടിലാണെങ്കിലും അവർ വരും, താമസിക്കും, ഞാൻ അങ്ങോട്ട് പോയി താമസിക്കാം ഒക്കെ ഉണ്ട്. ഒന്നും കുഴപ്പമുള്ള കാര്യം. ഇത്രയും നാളും വെയിറ്റ് ചെയ്ത് ഇരുന്നത് വീട്ടുകാർക്ക് വേണ്ടിയിട്ടായിരുന്നു ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ? അതെ, കാരണം എനിക്ക് എൻ്റെ വീട്ടുകാരെ ഒരു നിലയ്ക്ക് എത്തിക്കണം എന്നൊരു തോന്നില്ല. അതിന് മുമ്പ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറും. പിന്നെ എനിക്ക് പലവരെയും ഫേസ് ചെയ്യാൻ മടിയാവും. എൻ്റെ ഫാമിലി സ്റ്റക്കായി പോകുന്ന എനിക്കറിയാം. അതുകൊണ്ടാണ് പിന്നെ റിവീൽ ചെയ്യാണ്ട് നിന്നത്. പിന്നെ എല്ലാവരും ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ റിവീലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ ആ വീട്ടിലെ ഫസ്റ്റ് റിയാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഞാൻ ഇനി മാറുകയാണ്, എനിക്ക് ഞാനായിട്ട് ജീവിക്കണം, ഞാൻ പെണ്ണായിട്ട് നടക്കുകയാണ്, ഇനി എനിക്ക് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പം വീട്ടുകാർ പറഞ്ഞു പറ്റത്തില്ല, നമ്മുടെ കുടുംബത്തിന് അപമാനമാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരും, പള്ളിയിലെ പ്രശ്നമാവും എന്നൊക്കെ ഒരു ഇത് വന്നായിരുന്നു? അങ്ങനെയൊക്കെ പറഞ്ഞില്ല? അങ്ങനെ പറഞ്ഞില്ല. ലൈക്ക് ഇപ്പോഴും അംഗീകരണം ഇപ്പോഴും ഇല്ല. ലൈക്ക് ഇപ്പോഴും ഒരു 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു തോന്നലാണ് പിന്നെ ഇതിൽ കമ്മൗട്ട് ചെയ്ത് വരാൻ കാരണം.